അമ്മേ കൃപാസന അമ്മേ, അമ്മയ്ക്ക് ഇത്രയും സ്തുതി. എൻ്റെ പേര് പ്രവീൺ, കൊട്ടാരക്കര ഇഞ്ചക്കാട് നിന്ന് വരുന്നു. ഞാൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ആർമിയിൽ നിന്ന് ഞാൻ റിട്ടയർഡായി 2020 നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. ഞാനും ഒരു വീട് വെച്ചു. വീട് പണി തീർന്നോ എന്നാൽ ഇല്ല, പണി കഴിഞ്ഞോ എന്നാൽ കഴിഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. 4 വർഷമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. 2020 ഞാൻ വീട് പണി നിർത്തി വെച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പോട്ടെങ്ങും ഒരവസ്ഥയില്ല, നീങ്ങത്തില്ല. അങ്ങനെ ലാസ്റ്റിൽ എനിക്ക് മർച്ചൻ്റ് നേവിയിൽ ജോലി കിട്ടി, സെക്യൂരിറ്റി ഓഫീസറായിട്ട്. അപ്പോൾ ഞാൻ മർച്ചൻ്റ് നേവിയിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലിക്ക് പോയപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു സഹപ്രവർത്തകൻ, ഞാൻ അവൻ്റെ റൂമിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറേ പേപ്പർ അവൻ്റെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാടാ ഈ ഷിപ്പിനകത്ത് പേപ്പറും കൊണ്ട് നടക്കുന്നത്? ഇതിനകത്തെന്തോ ഷിപ്പിലെന്തോ പേപ്പറിൻ്റെ കുറവ്, അത് മലയാളം പേപ്പർ. അവൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നാൽ പറ. അപ്പോൾ ഇതേപോലെയാണ് എന്നോട് പറയുന്നത്, ആലപ്പുഴ ഇങ്ങനൊരു കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ ഇങ്ങനൊരു അമ്മയുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ, സാറിൻ്റെ കൊച്ചിന് വയ്യായിരുന്നു, ആ കൊച്ചിന് കുറേ വ്യത്യാസമുണ്ട്. MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന മോന് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇല്ലാത്തൊരു ഫീൽഡാണ്, അതായത് ഈ MBBS എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെ നടന്ന് ആ സാറിൻ്റെ മോന് 3ാമത്തെ വർഷം ജോലിയോട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പിന്നെ ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ചാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനും കേട്ട്, അപ്പോൾ എനിക്കൊരു പത്രം തന്നു. ഞാനും അതുകൊണ്ട് കുറച്ച് വായിച്ചതിന് ശേഷം ഞാനത് എൻ്റെ ബാഗിൽ വെച്ചതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ കിടക്കാൻ നേരത്ത് ഞാൻ പറയാം, അമ്മേ കൃപാസന അമ്മേ, എൻ്റെ വീടിൻ്റെ പണി അങ്ങ് തീർത്ത് തരണേ ഞാൻ നാട്ടിൽ വരുമ്പം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ചാൻസും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആൾറെഡി ഒരു ലോണുണ്ട്. ആ ലോൺ കാരണം എനിക്ക് മുമ്പോട്ടൊരു ലോൺ കിട്ടത്തില്ല. എൻ്റെ വീടിൻ്റെ വസ്തുവും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തേക്കാണ്. അപ്പോൾ ലോൺ കിട്ടുന്ന ഒരു ചാൻസും ഇല്ല. പക്ഷേ എങ്ങനെയാണ് പണി നടക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് മുമ്പോട്ടൊരു പൈസ കിട്ടാനൊരു വകുപ്പില്ല. അപ്പോൾ ഞാൻ എന്നാലും പ്രാർത്ഥിച്ചു, അമ്മ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പണി തീർത്ത് തരണേന്ന്. നാട്ടുകാരുടെ പരിഹാസമായുള്ള ചിരിയും കാര്യങ്ങളും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീടും വെച്ചിട്ട് ഇപ്പോൾ കാടും കയറി കിടക്കുക. അപ്പോൾ കാടാന്നോ വീടാന്നോ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീടിൻ്റെ പണി നടത്തി തരുമെന്നെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്തൊന്ന് ഉടമ്പടി എടുത്തോളാം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീടിൻ്റെ പണി നടക്കാൻ പോവുകയാണ്. എവിടൊക്കെയോ ഒരു സംഭവങ്ങൾ നടക്കുന്നു. എനിക്കുള്ള ബാങ്കിൽ നിന്നൊരു കക്ഷി എന്നോട് പറഞ്ഞു, സാറിന് ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ട് ഒരിക്കലും ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, അല്ല അപ്പം എന്തു ചെയ്യുന്നു? അപ്പോൾ ഞാൻ എന്നാലും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു ചെറുക്കൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് ഒരു കുഴപ്പമില്ല, ക്രെഡിറ്റ് സ്കോറിൻ്റെ കാര്യം ഞാനതങ്ങ് റെഡിയാക്കി തരാം, സാറിന് എത്ര ലക്ഷം രൂപ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, എടാ എനിക്കിങ്ങനെ വീട് വെക്കണം, കുറച്ച് കടങ്ങളുണ്ട്, എല്ലാ രീതിയിലുള്ള കടങ്ങളിൽ ഇത് മുട്ടി നിൽക്കുകയാണ്, സാറിനൊരു 35 ലക്ഷം രൂപ അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊള്ളാം. ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞ സംഭവത്തിന് അന്ന് തന്നെ ഞാനിവിടെ നേരെ രാവിലെ ഇവിടെ വരികയാണ്. ഇവിടെ വന്നു. അതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കാറെടുത്തു. കാറും എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വയ്യ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മുഖേനയാണ് എനിക്ക് കാറ് കിട്ടുന്നത്. ആ കാറും കൊണ്ട് ആദ്യമായിട്ട് വന്ന ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. 2024 ഒക്ടോബർ മാസം 28-ാം തീയതിയാണ് ഞാൻ എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ലോൺകാരൻ ആ ചെറുക്കൻ വിളിച്ചിട്ട് പറയുകയാണ്, അണ്ണാ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ എനിക്കുള്ള ആദ്യത്തെ ഒരു ലോൺ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്യാനായിട്ട് 10 ലക്ഷം രൂപ ഇപ്പോൾ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. എൻ്റെ 1 രൂപയില്ല, 10 ലക്ഷം പോയിട്ട് 1 രൂപയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ച് പറഞ്ഞാൽ, ഇതേപോലെ ഞാൻ സംഭവമുണ്ട്, എങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അറിയാൻ പറ്റിയില്ല. എനിക്കറിയാൻ വിത്തിൻ ഒരു അരമണിക്കൂറിനകത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എങ്ങനെ ഇത് അടച്ചു കഴിഞ്ഞാൽ ലോൺ അങ്ങ് റെഡി ആയാനേ, എങ്ങനെ വല്ലതും നടക്കുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പം കാണാം വിത്തിൻ ഒരു അരമണിക്കൂറിനകത്ത് എൻ്റെ അക്കൗണ്ടിനകത്ത് 8 ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരന്മാർ അവിടുന്ന് ഇവിടുന്നെല്ലാം ഇട്ട് തന്നതാണ്. പക്ഷേ കുറച്ച് നേരം ഞാൻ എല്ലാവരും വിളിച്ചു ചോദിച്ചാൽ ആരും എന്നോട് ഇല്ലയെന്ന് പറഞ്ഞില്ല, എല്ലാവരും തന്നു. അങ്ങനെ ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയപ്പം അടുത്ത അക്കൗണ്ടിൽ എനിക്കുള്ള 35 ലക്ഷം രൂപ 33 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുകയാണ് എനിക്ക്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഏരിയയിലും എൻ്റെ കുടുംബക്കാരും അസൂയപ്പെടുന്ന രീതിയിലുള്ളൊരു വീടാണ് ഇപ്പോൾ എനിക്ക് അമ്മ വെച്ച് തന്നിരിക്കുന്നത്. അത് കണ്ടണൊക്കെ നാട്ടുകാർക്കും ഇപ്പോൾ ഒന്നും പറയാനില്ല, എൻ്റെ കുടുംബക്കാർക്കും ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ചെയ്ത പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിനകത്ത് ഇച്ചിരി വിഷമമാണ്, ഇച്ചിരി സഹായം ചെയ്താൽ കൊള്ളാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ആഹാരം കഴിക്കാൻ നടക്കുന്ന കഴിയുന്നത്. അപ്പോൾ ആ കക്ഷിക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് ആഹാരം കഴിക്കാനായിട്ട് കട കാണിച്ചു കൊടുക്കും, അങ്ങോട്ട് പോയി കഴിക്കാൻ പറയും. ചിലപ്പോൾ എനിക്ക് സമയം കാണത്തില്ല.
പിന്നെ ഇപ്പം പാല് കാച്ച് നടന്നപ്പം ഉടമ്പടിക്കകത്ത് ഞാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 25 എൻ്റെ ബർത്ത്ഡേ ആണ്. അതാണ് എനിക്ക് യേശുവായിട്ടുള്ളൊരു ബന്ധം. ഡിസംബർ 25-നാണ് 4:30-ക്കാണ് ഞാൻ ജനിച്ചത്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിസംബർ 25-ന് മുമ്പ് എൻ്റെ വീടിൻ്റെ പാല് കാച്ചി തരണമെന്നാണ്. പക്ഷേ അമ്മ എനിക്ക് ഡിസംബർ 8-ാം തീയതി എൻ്റെ വീടിൻ്റെ പാല് കാച്ചി തന്നു. ഞാൻ പാല് കാച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നു. വളരെയധികം നന്ദി, അമ്മയോട് നന്ദി പറയുന്നു. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഈ ഇടയ്ക്കൂടങ്ങ് മഴ, അതായത് മേശിരിമാർക്കൊന്നും പണിയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഈ ഡെയിലി ബ്രീഡ്സ് അത് കേൾക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഉടമ്പടി വസ്തു ഉപയോഗിച്ച് തൈലമെല്ലാം ഉപയോഗിച്ച് കുരിശെല്ലാം വരച്ച് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അടുത്ത കാണുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഡെയിലി ബ്രീഡ്സ് ആയിരുന്നു. അത് അതിനകത്തെല്ലാം കുറേ പേര് ടൈപ്പ് ചെയ്ത് ഞാൻ മെസ്സേജ് ഇടുന്നത് കണ്ടു. അപ്പോൾ ഞാനും ടൈപ്പ് ചെയ്തിട്ട് അമ്മ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നിടത്ത് മഴ പെയ്യല്ലേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പണിക്കാർക്കൊന്നും ഒരു ആപത്തും വരുത്തല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മഴ, ഉച്ച കഴിയുമ്പോഴാണ് മഴ തുടങ്ങുന്നത്. മഴ അങ്ങോട്ട് തുടങ്ങുന്നു, ഭയങ്കര ഇരപ്പായിട്ട് വരുവാണ്. അപ്പം മനുഷ്യന്മാർക്ക് അറിയാമല്ലോ മഴ ഇങ്ങനെ ഇരച്ച് വരുവാണ്. അപ്പോൾ ഇരച്ച് വന്നപ്പോഴത്തേക്ക് അവർ ടാർപ്പയെല്ലാം എടുത്തിട്ടു, കെട്ടിൻ്റെ പുറത്ത് ടാർപ്പയെല്ലാം എടുത്തിട്ടു. ടാർപ്പയെല്ലാം എടുത്തിട്ട് അവരും വീടിനകത്തേക്ക് കയറി. എന്തോ എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരെ മഴ പെയ്യുന്നുള്ളൂ. എൻ്റെ വീടിൻ്റെ ഒരു റോഡാണ്, റോഡിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ അവിടെ വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ മഴ പെയ്യുന്നില്ല. അതായത് മേശിരിമാർ പറയുക, എന്തോടെ ഇവിടെ മഴ പെയ്യാത്ത. ലാസ്റ്റിൽ അവർ ആ ടാർപ്പ് എടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് പണി തുടങ്ങി. ഞാൻ ഈ മഴ പെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ വെതറിയായിരുന്നു. എൻ്റെ വീടിൻ്റെ ചുറ്റും ഉപ്പ് കൊണ്ടുപോയി വെതറിയിട്ടാണ്, നേർച്ച ഉപ്പ് കൊണ്ടുപോയി വെതറിയിട്ടായിരുന്നു ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടതാണ്. അച്ഛൻ്റെ ഡെയിലി ബീഡ്സിൻ്റെ അടിയിൽ മെസ്സേജ് ഇട്ടതാണ്, അമ്മ എൻ്റെ വീടിൻ്റെ അവിടെ പണി നടക്കുന്നില്ല മഴ കാരണം എന്ന് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ മുമ്പിലത്തെ ടെറസ് നനഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം നനയുന്നില്ല. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ ചെയ്തു തന്നെയാണ്. കൃപാസന പത്രം ഞാൻ എൻ്റെ എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, എടാ നിൻ്റെ വീട് ഇങ്ങനെ പെട്ടെന്ന് മിറാക്കിൾ പോലെ 1 മാസം കൊണ്ട് എങ്ങനെ സംഭവിച്ചു ഇത്? എല്ലാവരും എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞ ഇതാണ്, ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ അപ്പോൾ വിശ്വാസമുള്ളവർക്കെല്ലാം ഞാൻ, എൻ്റെ ബന്ധുക്കൾക്കെല്ലാവർക്കും ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് വരാമെന്നാണ് പറയുന്നത്. എൻ്റെ അയൽവാസിയായ ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു അംഗവും എൻ്റെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അവർ ഉടമ്പടി എടുക്കാൻ പോയിരിക്കുകയാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം. പ്രവീൺ എന്ന ഈ മകൻ മർച്ചൻ്റ് നേവിയിൽ വീണ്ടും തനിക്ക് ജോലി ലഭിച്ച് അവിടെ ആയിരിക്കുമ്പോഴെങ്ങനെയാണ് അവിടെ കൃപാസന പത്രം കണ്ട് ഈ മകൻ ഇങ്ങോട്ട് വരുവാനുണ്ടായ കാരണങ്ങൾ, തൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു, ഇന്ന് കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ ഈ മകൻ ഇവിടെ പ്രഘോഷിക്കുകയാണ്. തൻ്റെ വീടിൻ്റെ അവസ്ഥ, ആ കാടാണോ വീടാണോ എന്നറിയില്ലാതെ കിടന്നിരുന്ന 4 വർഷമായിട്ട് കിടന്നിരുന്ന ആ സ്ഥലം ഇന്ന് അമ്മ മാതാവ് വീട് പണിതു എന്നാണ് ഈ മകൻ പറയുന്നത്. തനിക്ക് ഒരിക്കലും ലോൺ ലഭിക്കില്ല, തനിക്ക് അതിനുള്ള സെക്യൂരിറ്റി ഇല്ല. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അമ്മ എങ്ങനെയാണ് ഈ മകന് ലോണിനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നത്? നമ്മോട് സംസാരിക്കുന്നത് പല ഓഫീസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷേ ഇത് ഫ്രണ്ട്സാണ് ഓഫീസേഴ്സാണെന്ന് ചിന്തിക്കുന്നത് അത് വളരെ നോർമലാണ്. ഇതൊക്കെ എനിക്കൊരിക്കലും 4 വർഷമായിട്ട് നടക്കാത്തത് ഇന്നെനിക്ക് നടക്കുന്നത് അത് ഉടമ്പടിയുടെ മാത്രം അനുഭവമാണ്. ഉടമ്പടി എടുത്തിട്ടില്ല, ഉടമ്പടി എടുക്കാം, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രവീൺ പറഞ്ഞിട്ടേ ഉള്ളൂ. ഉടമ്പടിയൊന്നും പ്രവീൺ എടുത്തില്ല. പക്ഷേ ആ ഒരു വാക്കിന് അമ്മ വില കൽപ്പിക്കുന്നു. നമ്മുടെ വാക്കുകൾക്ക് ദൈവം വില കൽപ്പിക്കുന്നു. എങ്കിൽ പിന്നെ കർത്താവിനോട് ഉടമ്പടി എടുക്കുമ്പോൾ നാം കൊടുക്കുന്ന വാക്കിന് നാം എത്രമാത്രം വില കൽപ്പിക്കണം? അതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ എന്നാൽ ഇനി ഉടമ്പടിയും വേണ്ട, ഒന്നും വേണ്ട, നടന്നാൽ ഇത് കൊള്ളാം. ഇതാണോ നാം ചിന്തിക്കുന്നത്? ഇങ്ങനെയായാൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കും? അതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ തനിക്ക് കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും തനിക്ക് കിട്ടിയത്, അതായത് എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ ബർത്ത്ഡേ, ആ ബർത്ത്ഡേയുടെ അന്ന് തനിക്ക് തൻ്റെ പുതിയ വീട്ടിൽ കയറണമെന്ന് പറയുമ്പോൾ അമ്മ ചെയ്ത ഒരു കാര്യമുണ്ട്. അമ്മയുടെ അമലോത്ഭവ തിരുനാൾ, അതാണ് ഡിസംബർ 8. അമ്മ പ്രത്യക്ഷപ്പെട്ട
ഇവിടെ സ്വർഗത്തിൽ നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസത്തിൻ്റെ പിറ്റേ ദിവസം, അതാണ് അമ്മയുടെ അമരോത്ഭവ തിരുനാൾ. അന്ന് അമ്മ ഈ മകന് വീട്ടിലേക്ക് കയറുവാനായിട്ട്, തൻ്റെ വീടിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള കൃപ കൊടുത്തു. അപ്പോഴൊന്നും നമുക്ക് അന്യമല്ല. നാം ആണ് മാറേണ്ടതെങ്കിൽ അവിടെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത് കൂടുതൽ വിശ്വസ്തമാകുന്നത്, സത്യസന്ധമാകുന്നത്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമാണെന്ന് തിരുവചനങ്ങൾ പറയുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിലും അതും വ്യർത്ഥം തന്നെ. നമ്മുടെ ജീവിതത്തിൽ നാം അല്ല പണിയേണ്ടത്, ദൈവമാണ് പണിയേണ്ടത്. അതിനാണ് ഉടമ്പടി നാം എടുത്തിരിക്കുക. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.